Hello everyone, welcome back to my channel. ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സിൻ്റെ 5th പാർട്ടിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെല്ലാം നമ്മൾ പഠിച്ചു എന്ന് നമുക്ക് നോക്കാം. ഇതിനു മുന്നേയുള്ള ക്ലാസ്സുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഓരോ ക്ലാസ്സിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി മുന്നേയുള്ള പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൊയാൻസിയും ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും ഒക്കെയല്ലേ പഠിച്ചത്. എന്തെല്ലാമാണെന്ന് ഓർമ്മയുണ്ടോ? ഒന്ന് നോക്കാം. ബൊയാൻസി ഈസ് ഈക്വൽ ടു ലോസ് ഓഫ് വെയ്റ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ ദി ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിൽ ഒബ്ജക്റ്റിനുണ്ടാകുന്ന ലോസ് ഓഫ് വെയ്റ്റ് അഥവാ ഭാരക്കുറവാണ് ബൊയാൻസി. ഇവിടെ ഫ്ലൂയിഡ് എന്നത് ലിക്വിഡും ഗ്യാസും ആണ്. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ അധികവും വാട്ടർ എന്ന ലിക്വിഡിനെയാണ് എക്സാമ്പിളായി എടുക്കുന്നത്. പിന്നെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിളും കൂടി നമ്മൾ പഠിച്ചു. എന്താണത്? When an object is immersed partially or fully in a fluid, it experiences an upward force that is equal to the weight of the fluid displaced by it. അതായത് ഒരു ലിക്വിഡിൽ പകുതിയോ മുഴുവനായോ മുങ്ങിയിരിക്കുന്ന ഏതൊരു വസ്തുവിനു മുകളിലും ആ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന അപ്വേർഡ് ഫോഴ്സ് എന്നത് എന്തിന് ഈക്വലായിരിക്കും? ആ വസ്തു ആ ലിക്വിഡിൽ വെക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തു പോകുന്ന ലിക്വിഡിൻ്റെ വെയ്റ്റിന് ഈക്വലായിരിക്കും. ഈ അപ്വേർഡ് ഫോഴ്സിനെയാണ് നമ്മൾ ബൊയാൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ബൊയാൻസി എന്താണെന്നും ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്താണെന്നും ഒക്കെ മനസ്സിലാക്കിയില്ലേ? ഇനി ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ഒരു എക്സ്പെരിമെൻ്റ് വഴി ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ? ആ ഒബ്ജക്റ്റിൽ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന ബൊയാൻ ഫോഴ്സും ഡിസ്പ്ലേസ് ചെയ്തു പോകുന്ന ലിക്വിഡിൻ്റെ വെയ്റ്റും ഈക്വൽ ആണെന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പ്രകാരം. ഇവർ തമ്മിലുള്ള ഈ ഒരു റിലേഷനാണ് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നതും. ഇതിനു വേണ്ടി നമുക്ക് 2 ഒബ്ജക്റ്റ് വേണം. ഞാനിവിടെ ഒന്ന് സ്റ്റോണ്, അതായത് നമ്മുടെ കല്ല് നമുക്കറിയാമല്ലോ, പിന്നെ ഒരു അയൺ ബ്ലോക്കും ആണ് എടുക്കുന്നത്. ഇവയുടെ എയറിലെയും അതായത് വായുവിലെയും ജലത്തിലെയും വെയ്റ്റ് മെഷർ ചെയ്യുവാൻ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ലിക്വിഡായിട്ട് എടുക്കുന്നത് ജലമാണ്. ഈ ജലം നിറയ്ക്കുവാൻ വേണ്ടി ഒരു ബീക്കർ ചിത്രത്തിലേതുപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ബീക്കറിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ സൈഡിൽ ഒരു പൈപ്പുണ്ട്. ഈ ബീക്കറിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ എന്തായാലും ജലനിരപ്പ് ഉയരില്ലേ? ഇങ്ങനെ ഒബ്ജക്റ്റിൻ്റെ സൈസിനനുസരിച്ച് അതിലെ ജലം ആ പൈപ്പ് വഴി അടുത്തുള്ള ചെറിയ ബീക്കറിലേക്ക് ഒഴുകിപ്പോകും. ഇങ്ങനെ ആദേശം ചെയ്യുന്ന, അതായത് ഡിസ്പ്ലേസ് ചെയ്തു പോകുന്ന ജലത്തെ നമുക്ക് ആ ചെറിയ ബീക്കറിൽ ശേഖരിക്കാലോ. ഇത്തരത്തിൽ ഡിസ്പ്ലേസ് ചെയ്യുന്ന ജലത്തിൻ്റെ വെയ്റ്റ് ആ ഒബ്ജക്റ്റിനുണ്ടായ ലോസ് ഓഫ് വെയ്റ്റും കണ്ടെത്തി ഇവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുവാൻ പോകുന്നത്. ഈ ടേബിൾ ഒന്ന് നോക്കൂ. നമ്മൾ ഈ പറഞ്ഞ റിലേഷൻ കാണുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് വഴി കിട്ടുന്ന റീഡിങ്സ് എഴുതി വെക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ടേബിൾ ഇവിടെ ഡ്രോ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ നമ്മൾ എക്സ്പെരിമെൻറ്റിന് വേണ്ടി 2 ഒബ്ജക്റ്റിനെയാണ് എടുക്കുന്നത്. സ്റ്റോൺ, ഫസ്റ്റ് ഒബ്ജക്റ്റ് ഏതാണ്? സ്റ്റോൺ. സെക്കൻഡ് ഒബ്ജക്റ്റാണ് അയൺ ബ്ലോക്ക് എന്നത്. വെയ്റ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ എയർ എന്നത് ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സ്റ്റോൺ എടുക്കുകയാണെങ്കിൽ സ്റ്റോണിൻ്റെ വായുവിലെ ഭാരമാണ് ഫസ്റ്റ് കോളത്തിൽ എഴുതി വെക്കേണ്ടത്. ശേഷം വെയ്റ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ വാട്ടർ എന്നതിൽ സ്റ്റോൺ ജലത്തിൽ മുക്കി വെക്കുമ്പോൾ കിട്ടുന്ന ആ ഭാരത്തിനെയാണ് നമ്മൾ സെക്കൻഡ് കോളത്തിൽ എഴുതി വെക്കേണ്ടത്. ശേഷം തേർഡ് കോളം നോക്കൂ, ലോസ് ഓഫ് വെയ്റ്റ്. ലോസ് ഓഫ് വെയ്റ്റ് എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിൻ്റെ വായുവിലെ ഭാരം മൈനസ് ജലത്തിലെ ഭാരം. അവിടെ ഒരു ഭാരക്കുറവുണ്ടായിരിക്കുമല്ലോ. ആ ഒബ്ജക്റ്റ് വായുവിൽ നിന്ന് നമ്മൾ ജലത്തിലേക്ക് മാറ്റുന്ന സമയം ജലത്തിൽ നമുക്കതിനൊരു ഭാരക്കുറവ് അനുഭവപ്പെടും. ഇതിനെയാണ് ബൊയാൻസി എന്ന് നമ്മൾ പറഞ്ഞത്. ഈ ഭാരക്കുറവ് എത്രയെന്നാണ് അവിടെ മെഷർ ചെയ്യേണ്ടത്. ഇനി ലാസ്റ്റ് കോളം വെയ്റ്റ് ഓഫ് ദി വാട്ടർ ഓവർഫ്ലോഡ്.
അതായത് ആ ഡിസ്പ്ലേസ് ചെയ്തു പോയ വാട്ടർ ഉണ്ടല്ലോ ആ ചെറിയ ബീക്കറിലേക്ക്, ആ വാട്ടറിൻ്റെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്തതിന് ശേഷം അവിടെ എഴുതുന്നതാണ്. ഇനി നമുക്ക് എക്സ്പെരിമെൻ്റ് തുടങ്ങാം. ഇതിൽ ഫസ്റ്റ് സ്റ്റോണിൻ്റെ കേസിലാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. സ്റ്റോണിൻ്റെ കേസിൽ വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ എയർ എന്നത് എനിക്ക് 10 ന്യൂട്ടൺ കിട്ടിയതെന്നിരിക്കട്ടെ. വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ വാട്ടർ എന്നത് എനിക്ക് 5 ന്യൂട്ടൺ കിട്ടിയത്. എങ്കിൽ ലോസ് ഓഫ് വെയിറ്റ് എന്നത് 5 ന്യൂട്ടൺ ആയിരിക്കില്ലേ? അതായത് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ വാട്ടർ ആയിരിക്കും എന്ത്? ലോസ് ഓഫ് വെയിറ്റ്. അതായത് 10 ന്യൂട്ടൺ മൈനസ് 5 ന്യൂട്ടൺ. സോ ലോസ് ഓഫ് വെയിറ്റ് എനിക്ക് 5 ന്യൂട്ടൺ ആയിരിക്കും ലഭിക്കുക. ഇനി ലാസ്റ്റ് കോളം നോക്കൂ, വെയിറ്റ് ഓഫ് വാട്ടർ ഓവർഫ്ലോഡ്. അതായത് വലിയ ബീക്കറിൽ ഞാൻ ആ സ്റ്റോൺ താഴ്ത്തി വെച്ചപ്പോൾ ആ സ്റ്റോൺ താഴ്ത്തി വെച്ച അത്രയും ആ സ്റ്റോണിൻ്റെ സൈസിനനുസരിച്ച് കുറച്ച് ജലം എന്തായാലും ആ പൈപ്പിലൂടെ ചെറിയ ബീക്കറിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ടായിരിക്കുമല്ലോ, ഡിസ്പ്ലേസ് ചെയ്തു പോയിട്ടുണ്ടായിരിക്കുമല്ലോ. ആ ഡിസ്പ്ലേസ് ചെയ്തു പോയ ജലത്തിൻ്റെ വെയിറ്റിനെയാണ് ഈ കോളത്തിൽ നമ്മൾ എഴുതുന്നത്. ഇത് ഈ സ്റ്റോണിൻ്റെ കേസിൽ എനിക്ക് 5 ന്യൂട്ടൺ ആയിരിക്കും ലഭിക്കുക. ഇനി ഇതുപോലെ അയൺ ബ്ലോക്കിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അയൺ ബ്ലോക്കിൻ്റെ കേസിൽ എനിക്ക് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ എയർ എന്നത് 20 ന്യൂട്ടണും വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ വാട്ടർ എന്നത് 10 ന്യൂട്ടണുമാണ് കിട്ടിയതെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ലോസ് ഓഫ് വെയിറ്റ് എന്തായിരിക്കും? അതായത് നമ്മുടെ ബൊയാൻസി അല്ലേ, ബൊയാൻസി എന്തായിരിക്കും? വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ എയർ മൈനസ് വെയിറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് ഇൻ വാട്ടർ. അതായത് 20 ന്യൂട്ടൺ മൈനസ് 10 ന്യൂട്ടൺ. 10 ന്യൂട്ടൺ ആയിരിക്കില്ലേ എനിക്ക് ലഭിക്കുക ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി വെയിറ്റ് ഓഫ് വാട്ടർ ഓവർഫ്ലോഡ് എന്നത് എനിക്ക് 10 ന്യൂട്ടൺ ആയിരിക്കും ലഭിക്കുക. അത് ഞാൻ ഓൾറെഡി മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ തന്നെയായിരിക്കും ലഭിക്കുക. ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് ഏകദേശ റീഡിങ്സ് ആണ്. ഇനി നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിൻ്റെ സൈസ് വ്യത്യാസമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഈ റീഡിങ്സിലൊക്കെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഈ ടേബിൾ ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സ്റ്റോണിൻ്റെ കേസ് നോക്കൂ. ബൊയാൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദി സ്റ്റോൺ ഈസ് ഈക്വൽ ടു ദി വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ദി സ്റ്റോൺ. അതായത് ഈ ലോസ് ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡിന് ഈക്വലാണ്. അതായത് നമ്മൾ ആ ഒബ്ജക്റ്റിനെ സ്റ്റോണിനെ ജലത്തിൽ താഴ്ത്തി വെക്കുമ്പോൾ ആ ജലത്തിൽ താഴ്ത്തി വെക്കുന്ന സമയം സ്റ്റോണിനുണ്ടാകുന്ന ഭാരക്കുറവ് എന്ന് പറയുന്നത് സ്റ്റോൺ താഴ്ത്തി വെക്കുന്ന സമയം അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ജലത്തിൻ്റെ വെയിറ്റിന് ഭാരത്തിന് ഈക്വലാണ് എന്നതാണ്. ഇതുപോലെയുള്ള ഒരു റിസൾട്ട് തന്നെയല്ലേ നമുക്ക് അയൺ ബ്ലോക്ക് വെച്ചപ്പോഴും കിട്ടിയത്. എന്താണത്? ബൊയാൻസി എക്സ്പീരിയൻസ്ഡ് ബൈ ദി അയൺ ബ്ലോക്ക് ഈസ് ഈക്വൽ ടു ദി വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ അയൺ ബ്ലോക്ക്. ഈ അയൺ ബ്ലോക്കിൻ്റെ ബൊയാൻസി എന്ന് പറയുന്നത് അയൺ ബ്ലോക്കിനുണ്ടാകുന്ന ബൊയാൻസി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ആ വാട്ടർ ഡിസ്പ്ലേസ് ചെയ്തു പോയ ആ വാട്ടറിൻ്റെ വെയിറ്റിന് ഈക്വൽ ആണ് എന്നതാണ് അല്ലേ? സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഏതൊരു വസ്തുവും ലിക്വിഡിൽ വെച്ചാൽ, ഇവിടെ ഏതാണ് ലിക്വിഡ് എടുത്തിട്ടുള്ളത്? നമ്മുടെ ജലം അല്ലേ? അപ്പോൾ ഏതൊരു വസ്തുവും നമ്മൾ ജലത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുണ്ടാകുന്ന ലോസ് ഓഫ് വെയിറ്റ് അഥവാ ഭാരക്കുറവ് എന്നത് അതിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തു പോകുന്ന ജലത്തിൻ്റെ ഭാരത്തിന് അതായത് വെയിറ്റിന് ഈക്വൽ ആണെന്നല്ലേ? അതായത് ലോസ് ഓഫ് വെയിറ്റ് അഥവാ നമ്മുടെ ബൊയാൻസി എന്നത് എന്തിന് ഈക്വലാണ്? വെയിറ്റ് ഓഫ് ദി വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് ആ വാട്ടറിലേക്ക് താഴ്ത്തിയപ്പോൾ അതിൽ നിന്ന് പുറത്തു പോയ വെള്ളത്തിൻ്റെ വെയിറ്റിന് ഈക്വലാണ് എന്നാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത്. ഇത്തരത്തിൽ ഏതൊരു ഒബ്ജക്റ്റ് നമ്മൾ ലിക്വിഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുകളിൽ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന ബൊയാൻസി എന്ന് പറയുന്നത് അതിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തു പോകുന്ന ആ ലിക്വിഡിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. ഈ ഒരു റിലേഷനാണ് നമ്മുടെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ പറയുന്നത്.